ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം ദിലീപിന് ഒരു അഴിഞ്ഞാട്ടം കാണാൻ പറ്റി. ലോജിക്കില്ല, പക്ഷേ അടിപൊളിയാണ് സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റായിട്ടും തിയേറ്റർ പാർട്സ് മൂവിയാണ്. ടോട്ടലി സ്പൂഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കിടിലോ ഒളിച്ചടിക്കില്ല ലാലേട്ടനും ദിലീപും. ദിലീപിന്റെ ശരിയായ കമ്പാക്ക് തൂക്കി ഒരു ചെറിയൊരു വേഷം ചെയ്താണ് ദിലീപേട്ടനോടെ. സീൻ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് കട്ടായി. അത് അടുത്ത തന്നെ യൂട്യൂബിൽ വരും. എന്തായാലും നമ്മുടെ പടത്തിൽ ലാലേട്ടനും ദിലീപേട്ടനും വിനീതേട്ടനും ധ്യാനേട്ടനും എല്ലാവരും ഉള്ളൊരു പടത്തിൽ ഞാനും കൂടെ ഉണ്ടായതാണ്. ആ സീൻ ഇതായതാണ്. അടിപൊളി മൊത്തത്തിൽ ഇതാ പൊളിച്ചടുക്കി ക്രിസ്മസിന് തകർത്തു. അടിപൊളിയായി. സന്തോഷപ്പെടണം. ഗില്ലി ബാല ടീം അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. മാഡാണ് മാഡ്. അടിച്ചു പൊളി. ഒന്നും ദിലീപേട്ടൻ്റെ ഗംഭീര മാസ സാധനമാണ്. നിങ്ങൾ ഒരാളും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഷോ കണ്ടിട്ടുണ്ടാവില്ല. കാരണം 3-4 ലെജൻഡ് കളികളാണ് കളിക്കണേ. കംപ്ലീറ്റ് മാസ്. ഒരു സാധനം പോലും ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി സാധനമാണ് ഇറങ്ങിയേക്കണേ. ഇത് ടീം അങ്ങോട്ട് തൂക്കിയെന്ന് പറയണം. അത്ര ഗില്ലിബാല ടീം. അത് ആ ഫീലിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് അത് അടിപൊളി സാധനം, മാസ് സാധനം. നമ്മൾ വിചാരിക്കാത്ത മാസ്. ഇത്രയും കാലം ദിലീപേൻ്റെ മാസ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും മേലെ മികച്ച് നിൽക്കുന്ന ഒരു സാധനമാണ്. ഗംഭീര സാധനം. അത് നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയണ പോലെ തന്നെ ഇനി വരുന്ന കോമ്പോസ് അവരുടെ ആയിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും തകർത്തു. ഇന്റർവെല്ലിൽ ചേട്ടൻ തിരിഞ്ഞു നോക്കണ്ട. നമുക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റില്ല. തിയേറ്റർ എന്താ പറയുക, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റില്ല. ലാലേട്ടനെയും ദിലീപേട്ടനെ ഒരേ രീതിയിൽ നമ്മൾ കണ്ടു. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പർ, ഒന്നും പറയാനില്ല. എല്ലാം സൂപ്പർ. ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാം അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. 2026 നോക്കിയാൽ മതി. ടിക്കറ്റ് ഈ വർഷം ഇല്ല. ഫുള്ള് ബുക്കിംഗ് ആയിരിക്കും. തിരിഞ്ഞു നോക്കണം ടിക്കറ്റിനെ കുറിച്ച്. തീരുമാനമായി, ഉറപ്പായിട്ട് തീരുമാനമായി. ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങളിൽ ഒന്നും കിട്ടൂല. ഓക്കെ. ദിലീപ് ബാല കരകയറാമൻ ഡയലോഗ് പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞത്. പിന്നെ ലാലേട്ടൻ്റെ എല്ലാ ഹിറ്റ് പടങ്ങളിലുള്ള പ്രധാന രംഗങ്ങൾ പോലുള്ള അത്തരം ഈ ആക്ഷൻസൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ തുണി പറിച്ചടി, ചെരുപ്പൂരിട്ട മറ്റേ സിനിമയിലുള്ള പോലെ കലാപരിപാടികൾ, അങ്ങനെ എല്ലാത്തരം ആക്ഷനുകളൊക്കെ ഉണ്ട്. ഒരു മാസ് മസാല പടം, നല്ല കളർഫുള്ളായിട്ട് ഡാൻസും പാട്ടും നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് പടം. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ നോ ലോജിക് അതിൽ എഴുതി കാണിക്കുന്നത്. അതുപോലെ പടം കണ്ടോളണം. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ലാലേട്ടൻ വരുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ, രോമാഞ്ചിഫിക്കേഷനോ ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ ഗസ്റ്റ് റോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തണം. അതിലും മേലെ ഫാൻസൊക്കെ എനിക്ക് തോന്നുന്നൊരു ലാലേട്ടൻ്റെ ആ സീന് കാണാൻ തന്നെ ഒരു 3-4 തവണ ഈ പടം കാണുന്നതാണ്. അത്രക്കും പീക്ക് പെർഫോമൻസ് ആണ് ലാലേട്ടന് കിട്ടിയത്. എന്താണ് 8 കൊല്ലമായിട്ട് ഒരുപാട് മീഡിയാസ് അദ്ദേഹത്തെ ടോർച്ചർ ചെയ്ത് ഇല്ലാതാക്കിയതാണ്. എന്നിട്ട് അദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് കോടതി പറഞ്ഞിട്ടും ചില മീഡിയാസിൻ്റെ പ്രശ്നം. പടത്തേക്കാൾ കൂടുതൽ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് ദിലീപേട്ടൻ്റെ കംബാക്ക് മൊമെൻ്റ് ആണ്. നിങ്ങൾ പടം കണ്ടോ? അപ്പോൾ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? വിലയിരുത്തുന്നതാ നല്ല മൂലം കേട്ട് കുഴപ്പമില്ല. നമ്മൾ 2 തീരുമാനങ്ങൾ എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ കോടതിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ വിശ്വസിക്കുന്നു. എൻ്റെ ഒപ്പീനിയൻ നമ്മൾ കോടതിനെ വിശ്വസിക്കാം. കാരണം കോടതി വിധി വന്ന് പുള്ളിനെ വെറുതെ വിട്ടു. പിന്നെ അതിലെനിക്ക് ഒപ്പീനിയൻസ് ഇല്ല. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയാണ്. തിയേറ്ററിൽ തന്നെ കാണാം. നല്ല, അതായത് എന്താ പറയുക, കുറേ റെഫറൻസസ് ഉണ്ട്. സിനിമയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും റെഫറൻസസ് ഉണ്ട്. കുറേ നമ്മുടെ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ, കുറേ പാട്ടുകളുടെ എല്ലാം ഉണ്ട്. കുറേ ഒരു മിക്സ്ഡ് എൻ്റർടൈൻമെൻറ്റ് മാസ് ഒരു തിയേറ്റർ മൂവിയാണ് കാണാൻ. അടിപൊളി. ഒന്നും പറയാനില്ല. ഒരു അണ്ണൻ തമ്പി ലെവൽ. സൂപ്പർ. താങ്ക് യു.